ദില്ലി ചലോ മാർച്ചിനു നേരെയുള്ള പോലീസ് നടപടിയിൽ പരിക്കേറ്റ കർഷകനെ ആശ്വസിപ്പിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത് ശ്രദ്ധേയമാകുന്നു. മോദി സർക്കാരിന്റെ നരനായാട്ടിനിരയായ കർഷകർക്ക് രാഹുൽ ഗാന്ധിയുടെ കൈത്താങ്ങ് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അംബാലയ്ക്കരികിൽ ശംഭു അതിർത്തിയിൽ വെച്ച് പരിക്കേറ്റ കർഷകനോടാണ് രാഹുൽ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചത്. വിഷമിക്കരുതെന്നും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും രാഹുൽ കർഷകനോട് പറഞ്ഞു. രാജ്യത്തിന് ഏറെ പ്രധാനപ്പെട്ട ആവശ്യമുന്നയിച്ചാണ് നിങ്ങൾ പൊരുതുന്നത്. നിങ്ങൾ മുൻപും ഇപ്പോഴും രാജ്യത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നതെന്നും രാഹുൽ കർഷകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാവാറിംഗ് ആശുപത്രിയിലെത്തി കർഷകനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാൻ കർഷകന് അവസരമൊരുക്കിയത്. ഹരിയാന അതിർത്തി കടക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞിരുന്നു. ജലപീരങ്കിയും കണ്ണീർവാതകവും പോലീസ് പ്രയോഗിച്ചു. പോലീസ് നീക്കത്തിൽ കൈക്കും കണ്ണിനും പരിക്കേറ്റതിനെ തുടർന്നാണ് കർഷകരെ രാജ്പുരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കർഷക സമരത്തിന് മുന്നിൽ അവരുടെ നേതാവായി രാഹുൽ ഗാന്ധിയുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനായാൽ കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ നൽകുമെന്ന് രാഹുൽ കർഷകർക്ക് ഉറപ്പു നൽകിയിരുന്നു. കർഷക ക്ഷേമത്തിനായി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും എം.എസ്. സ്വാമിനാഥന് ഭാരതരത്നം നൽകിയ ബി.ജെ.പി. സർക്കാർ അദ്ദേഹത്തിന്റെ ശുപാർശകൾ നടപ്പാക്കാൻ വിമുഖത കാട്ടുകയാണെന്നും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ദില്ലി ചലോ മാർച്ചിൽ സംഘർഷമുയർന്നതിനു പിന്നാലെയായിരുന്നു രാഹുലിന്റെ ഈ പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനം ചരിത്രപരമാണ്. 15 കോടി കർഷക കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുക. ന്യായ് യാത്രയിൽ കോൺഗ്രസ് നൽകുന്ന ആദ്യ ഉറപ്പാണിത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറായി കഴിഞ്ഞു. ജനങ്ങൾക്കു നൽകുന്ന ആദ്യ ഉറപ്പാണ് താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷയെന്നും രാഹുൽ പറയുകയുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്രത്തെ രൂക്ഷമായാണ് വിമർശിച്ചത്. കർഷകർ ഡൽഹിയിൽ പ്രവേശിക്കാതിരിക്കാൻ കോൺക്രീറ്റ് മതിലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാജ്യത്തെ ജനാധിപത്യം ശോചനീയാവസ്ഥയിലാണെന്നും കോൺഗ്രസിന്റെ ഗ്യാരണ്ടികളെ പ്രധാനമന്ത്രി മോദി കോപ്പിയടിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അതേസമയം കർഷക സമരത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് പോയതിനാൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ധാർഘട്ടിലെ 2ാം ഘട്ട പര്യടനം റദ്ദാക്കിയിരിക്കുകയാണ്. കർഷകർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അവരുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയാൻ ഇനി രാഹുലും ഒപ്പമുണ്ട്. ഇതിനിടയിൽ കർഷക സമരം നേരിടാൻ ഡൽഹി പോലീസ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങളിലും അടച്ചുപൂട്ടലിലും ശ്വാസം മുട്ടിയിരിക്കുകയാണ് തലസ്ഥാന നഗരി. അതിർത്തികളിലെ ഭൂരിഭാഗം റോഡുകളും അടച്ചതിനാൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാനും വരാനും വലിയ പ്രയാസമാണ് നേരിടുന്നതെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. തുറന്ന റോഡുകളിൽ കിലോമീറ്ററുകൾ നീണ്ട ട്രാഫിക് കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഡൽഹിയിൽ 1 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകരുതലിന്റെ ഭാഗമായി ചൊവ്വാഴ്ച നിരവധി മെട്രോ സ്റ്റേഷനുകളുടെ ഗേറ്റുകൾ അടച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. അതേസമയം അതിർത്തികളിലെ മെട്രോ പാലങ്ങളുടെ അടിയിലൂടെ കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് നിരീക്ഷിക്കാൻ പോലീസ് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിയന്ത്രണം കടുപ്പിച്ചതിൽ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ എതിർപ്പാണ് ഉയരുന്നത്.